എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വാരാഹി ദേവിയുടെ മറ്റൊരു മന്ത്രമാണ്. അതിനു മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പേര് എനിക്ക് കമൻസ് തന്നു. അതിലൊരു കമൻറ്റ് ഏതാണെന്ന് ഞാനിതിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളത് നോക്കുക കേട്ടോ. ഇതാണ് ആ കമൻറ്റ്. എനിക്കിത് വായിച്ചപ്പോൾ ശരിക്കും അത്രയും ദേവിയുടെ ഭക്തിയായിരിക്കാം അല്ലേ, മനസ്സറിഞ്ഞ് ദേവി എല്ലാം നടത്തി കൊടുക്കുന്നത്. ഹായ് ഡിയർ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അനുഭവമാണ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കില്ല, ആള് ദേവിയുടെ ഭക്തി ആയതുകൊണ്ടായിരിക്കാം. അതുപോലെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ചിലപ്പോൾ മറ്റൊരാളുടെ കാര്യം നടക്കാം. അതായത് നമ്മൾ സ്വന്തം കാര്യം ആഗ്രഹിച്ച് ചെയ്യുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാര്യങ്ങൾ നടക്കും കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ നമ്മളുടെ പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ അതിലും ദൈവം പ്രസാദിക്കും. നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളൊരു കാര്യം നടക്കാൻ വേണ്ടി മാത്രം ആരാധിക്കരുത്. നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ദേവിയോട് അല്ലെങ്കിൽ ആ ദൈവത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത്രയും നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട അമ്മയാവട്ടെ അച്ഛനാവട്ടെ, ആ ഒരു രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഒരു ദിവസം പോലും മുടക്കരുത്. പറ്റാവുന്ന ടൈമിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അങ്ങനെ ചെയ്യണം. അത് കുട്ടികളെയും നമ്മളത് പറഞ്ഞ് ശീലിപ്പിക്കുക. വൈകുന്നേരങ്ങളിൽ നമ്മൾ സന്ധ്യാനാമം ജപിക്കുക. അതുപോലെ രാവിലെ പറ്റുന്ന സമയം ഒരു ഏർലി മോർണിംഗ് ഒക്കെ സാധാരണ വിളക്ക് കത്തിക്കാറുണ്ട്. മിക്ക വീട്ടുകളിലും കത്തിക്കുമെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഈ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് രാവിലെ പറ്റില്ല എന്ന് വരും. അതൊന്നും സാരമില്ല, ഈവനിങ് ആയാലും മതി. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ നല്ല രീതിയിലായിരിക്കണം. ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മുടെ മനഃശുദ്ധി അത് ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണമെങ്കിൽ ഒരാൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് അത് സംഭവിക്കട്ടെ ഇത് സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചൊരിക്കലും ചെയ്യരുത്. എന്ത് ശുഭകാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളൊരു നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളതാണ്. ആ ശുഭവാർത്ത നമുക്കുള്ളതാണ്. എന്തായാലും ആ കാര്യം നടന്നു കിട്ടും അല്ലേ. വാരാഹി അമ്മയെ മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭക്തജനങ്ങൾ മാത്രമല്ല, അനുഭവം നേരിട്ട് അമ്മയുടെ അനുഭവം അറിഞ്ഞ് അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയ ആളുകളുണ്ട്, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് എനിക്ക് വളരെ നല്ല വിശ്വാസമുള്ള ഈ പ്രാർത്ഥനയിൽ പോലും ഭയങ്കര വിശ്വാസമാണ്. അത് ഞാനിനി എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ വാസ്തവമാണ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥന ഒരിക്കലും കൈവെടിയരുത്. അമ്മയുടെ പ്രാർത്ഥന അത്രയും ശക്തിയുള്ളതാണ്. അമ്മയുടെ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലിയാലും നല്ലതാട്ടോ. എല്ലാ ദിവസവും ചൊല്ലണമെന്നാണ് ഞാൻ പറയാറുള്ളത്. അത് നിങ്ങൾക്ക് രാവിലെയാണോ വൈകിട്ടാണോ നിങ്ങളുടെ കംഫർട്ടായിട്ടുള്ള സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 21 ദിവസം ചൊല്ലേണ്ടതുണ്ട്, 108 തവണ ചൊല്ലേണ്ടതുണ്ട്, അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമ്മളൊരു കണക്ക് നോക്കിയിട്ട് അതനുസരിച്ച് 21 തവണ ചൊല്ലിയാൽ മതി, സമയമില്ലാത്തവരാണെങ്കിൽ അല്ലേ. അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എല്ലാ ദിവസവും സന്ധ്യാനേരത്ത് തിരി തെളിയിക്കുമ്പോൾ ഗണപതി ഭഗവാനെ ഫസ്റ്റ് ധ്യാനിക്കുക. സർവ്വ തടസ്സങ്ങളും അകറ്റുന്ന ഭഗവാൻ വിഘ്നവിനായക മന്ത്രം ജപിച്ച ശേഷം വാരാഹി ദേവിയുടെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം
നമ്മൾ വിചാരിക്കുന്ന കാര്യം അത് സാധിച്ചു കിട്ടും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. 21 ദിവസം 21 തവണ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കുമെന്നാണ് കേട്ടോ. എനിക്കൊക്കെ അങ്ങനെ അനുഭവം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കമൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വരാഹി അമ്മയുടെ പ്രാർത്ഥന തുടരെ ജീവിക്കുന്നവരായിരിക്കാം അല്ലേ? ഒന്നുമില്ലാതെ അവർ വെറുതെ കമൻറ്റ് ചെയ്യില്ലല്ലോ അല്ലേ? അമ്മ സത്യമാണ്. അമ്മ ഒരിക്കലും ഭക്തരെ കൈവെടിയില്ല. അമ്മയുടെ ശക്തി അപാരമാണ്. അമ്മയെ മനസ്സിൽ വിചാരിച്ച് എല്ലാ ദിവസവും മന്ത്രം ജപിക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന സമയം ചൂസ് ചെയ്ത് എല്ലാവരും ചെയ്യുക. അപ്പോൾ പുതിയ മന്ത്രം ഏതാണെന്നുള്ളത് ഞാൻ ഇതിലേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലോട്ട് പോവാം. ഓം ശുഭവാരിണ്യേ നമഃ. 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 ഓം ശുഭവാരിണ്യേ നമഃ.
शुभवारिण्यै नमः। ॐ 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 शुभवारिण्यै नमः। ॐ
शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ
शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारिण्यै नमः। ॐ शुभवारि
ഓം ശുഭവാരിണ്യൈ നമഃ.